നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ മച്ചിന്റെ കോണിയാണ് ഈ കാണുന്നത്. മച്ചിന്റെ കോണി, മുകളിലേക്കുള്ള കോണി കൈവരിയൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. മച്ചിന്റെ കോണിയുടെ കാര്യങ്ങൾ ഞാൻ ഇതിന്റെ മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മച്ചിന്റെ കോണിക്ക് ഈ കാണുന്ന ഇത്രയും വലിയ കോണി 1 2 3 4 5 6 7 8 സ്റ്റെപ്പുള്ള ഈ ഒരു കോണി, മരത്തിന്റെ കോണി 100 വർഷത്തോളം പഴക്കമുള്ള കോണിയാണ്. അതായത് പഴയൊരു വീട്ടിൽ നിന്ന് നമ്മൾ പൊളിച്ചെടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 900 രൂപയാണ്. അത് ആർക്കും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. തള്ളല്ല, ശരിക്കും എനിക്ക് കിട്ടിയ റേറ്റാണ്. 900 രൂപയ്ക്കാണ് ഈ കോണി കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളുടെ അടുത്തുള്ള ഒന്നെങ്കിൽ ഈ പഴയ വീടുകൾ പൊളിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉള്ളവരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ അന്വേഷിച്ച് പോകണം. പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞാലൊന്നും കിട്ടില്ല. ഈ വീടിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ കോണി കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഈ കോണി ഞാൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ കൈവരി ഇത് 500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ മുകളിലുള്ള കൈവരി മാത്രമായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിയിരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത്, അതായത് ഇത് വീട്ടിയുടെ തടി കേട്ടോ, വീട്ടിത്തടി. ഇത് ഈ 1 2 3 4 5 പീസ്, 6 പീസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 6 പീസിന് നമുക്ക് 600 രൂപയാണ്. കൈവരിയിൽ വേറെ പ്രത്യേകത ഇത് കണ്ടത് നിങ്ങൾ, ഇവിടെയൊക്കെ കൊത്തുപണിയൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചെറുതായിട്ട് ഞാൻ തന്നെ സാൻഡർ അടിച്ചതാണ്. ഒരുപാട്, അതായത് ഒരു പഴയൊരു വീട് കണ്ട് അവിടെ പോയി അന്വേഷിച്ച് അവരോട് ചോദിച്ച് ഒരു 3 മാസത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കൈവരിക്ക് വേണ്ടി മാത്രം നടന്നിട്ടുണ്ട്. അപ്പോൾ പലരും വിചാരിക്കും എന്തിനായി അതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ വിചാരിക്കും. നമ്മളൊരു ആഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ ഒരു പഴയ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു കോണിയും കിട്ടി, അതേപോലെ തന്നെ ഒരു കൈവരിയും കിട്ടി. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗം കണ്ടു ഞങ്ങൾ, ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് കൊടുത്ത് ഫുള്ള് ഫിനിഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ആട്ടൊന്നും വരില്ല. ഇനിയിപ്പോൾ മുകളിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു സ്ക്രൂ കൊടുത്ത് നിർത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധനം അനങ്ങില്ല. കാരണം അത്രയും സ്ട്രെങ്ത്ത് താഴത്തുള്ളതുകൊണ്ട് മുകളിലേക്ക് ആ ഒരു പിടുത്തം അത് അതേപോലെ കിട്ടും. ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു കാണുന്ന ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് 900 പ്ലസ് ഈ കൈവരിക്ക് ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയാണ്. 1400 പ്ലസ് ഈ ഒരു സംഭവം, അതായത് എന്താ പറയുക, ഈ മരം വാങ്ങിയത്, ഇത് പ്ലെയിൻ അടിച്ച് വാങ്ങിയ കേട്ടോ. ഇതിന് നമുക്ക് വീട്ടിത്തടിക്ക് നമുക്ക് വന്നിട്ടുള്ളത് 600 രൂപ. 6 പീസാണ്, 5 പീസിന് നമുക്ക് 600 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 1400 600 2000. പിന്നെ ഇതിൻ്റെ ഒരു പണിക്കൂലി, അതായത് ഇതിവിടെ മരം വെച്ച് പിടിപ്പിച്ചതിന് നമുക്ക് 500 രൂപയാണ് പണിക്കൂലി വന്നിട്ടുള്ളത്. 2500 രൂപയ്ക്ക് ഒരു കോണി. അത് സത്യത്തിൽ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം 2500 രൂപയ്ക്കൊക്കെ ഒരു കോണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണിക്കൂലി പോലും ശരിക്കായിട്ടില്ല, അല്ലേ? സത്യം തന്നെയല്ലേ? അതായത് അതിന് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു കോണി 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ പോലെയാണെങ്കിലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ ഒരു കോണി ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അതായത് ആശാരിമാരോട് ചോദിച്ചിരുന്നു, ഇതേപോലെ കനത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം എത്ര രൂപ വരും. അവർ പറഞ്ഞത് ഈ കോണി മാത്രം 15 രൂപേൻ്റെ അടുത്ത് ഏകദേശം മരം എല്ലാം കൂടി ആയിട്ട് വരും എന്ന് പറഞ്ഞു. മരത്തിൻ്റെ കനം ഞാൻ കാണിച്ചു തരാം. 1.5 ഇഞ്ച് കനമാണ് ഇതിൽ വരുന്നത്, അല്ലേ? 1.5 ഇഞ്ച് കനത്തിലാണ് മരം വരുന്നത്. ഇത് പ്ലാവിൻ്റെ മരമാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് പൊട്ടലോ അതോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇതിൻ്റെ വാങ്ങിയ സമയത്തുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഈ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പഴയ സാധനങ്ങളെ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച് തിരഞ്ഞു പിടിച്ച് അങ്ങനെ പോയി കിട്ടിയിട്ടുള്ളതാണ്. ഇനി അതേപോലെ നമുക്ക് മുകളിലൊരു വാതിലുണ്ട്, ആ വാതിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ മച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ മച്ചൊക്കെ പഴയ മരങ്ങളാണ്. പുതിയ മരങ്ങൾ ഒന്നും തന്നെ നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല. പരമാവധി പഴയ മരങ്ങളാണ്. മരങ്ങൾ പുതിയത് വേണ്ട എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. എല്ലാത്തിലും നമ്മളൊരു മരത്തിൻ്റെ തീം കണ്ടില്ലേ? ഈ മച്ച്, അടുത്ത മച്ച്, എല്ലാ റൂമിലൊന്നും എല്ലായിടത്തും മച്ചാണ്. അത് നമുക്ക് നമ്മളെ സലീമാക്കാണ് ചെയ്തതെന്നില്ല. അത് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് സലീമാക്ക
സലീമാക്കാൻ്റെ വീട്ടിൽ ചെയ്ത് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ പോയി വാങ്ങിയതാണ്, ചെയ്യിച്ചതാണ്. ഏകദേശം ഒരു 1.10 രൂപേൻ്റെ അടുത്ത് മൊത്തം അതിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും അല്ല, നമുക്കത് താങ്ങാവുന്നതാണ്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക, ഒരു നില മൊത്തം കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ 1.10 നടക്കും? എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. ഇത് ഒരു മച്ചാണ്, ഇതിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുകളിലേക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കാനും എടുത്ത് വെക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടുക്കളയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുക്കളയിൽ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫിന് ഇത് മുകളിലേക്ക് പോകണത് ഇതിങ്ങനെ വേണ്ട, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അപ്പോൾ അവൾക്ക് വേണ്ട എന്നാൽ പിന്നെ നമുക്കത് നമ്മളെ വീട്ടിൽ ഇല്ലാതിരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ വർക്കിൻ്റെ അവരോട് പറഞ്ഞു, നമുക്കൊരു മച്ചിൽ നിന്ന് മേലേക്കുള്ളൊരു കോണി വേണം. കോണിയല്ല, ഒരു മച്ചിൻ്റെ മുകളിലേക്ക് തുറക്കാനുള്ളൊരു ഇത് വേണം, പണ്ടത്തെ ഒരു സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, കാണാൻ പാടില്ല, ആർക്കും മനസ്സിലാവാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത് എനിക്ക് മാത്രമേ അറിയാം, പെട്ടെന്ന് ആർക്കും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരിത് ചെയ്തതെന്നുള്ളത്. അത് നിങ്ങളുടെ ഈ രഹസ്യ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു. നല്ല വെയിറ്റ് ഇടത് ജമ്മോ കിട്ടുന്നില്ല, അതിലൊരു പിടി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് താഴ്ത്താൻ പറ്റുള്ളൂ അല്ലേ. ഇതേപോലെ ഇതിങ്ങനെ അടഞ്ഞു കിടക്കും. ഇതിപ്പോൾ ഞാൻ അടച്ചതാണല്ലോ, ഈ ഭാഗത്താണ് ഈ മച്ചിൻ്റെ ഇതുള്ളത്. നിങ്ങൾക്ക് ആർക്ക് വന്നാലും ഇവിടെ ഒരു ടാസ്ക് കൊടുക്കുന്ന ഒരു ഏരിയയാണിത്. നമുക്കിങ്ങനെ എന്താ പറയുക, കാണാത്ത മച്ചിലെ മുകളിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു തള്ള്, അത്രേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ കാണാത്തൊരു മച്ചിലേക്കുള്ള കോണി എന്നുള്ള ഉദ്ദേശം, മച്ചിലേക്കുള്ള ഗ്യാപ്പ് എന്നുള്ള ഉദ്ദേശം മാത്രം. അവിടെ നമുക്ക് അനാവശ്യമായിട്ട് അത് വേണ്ടാത്ത, പെട്ടെന്ന് അത്യാവശ്യമില്ലാത്ത പാത്രങ്ങൾ, ചെമ്പുകളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വയ്ക്കാം. ഏകദേശം സ്റ്റോറേജ് ബേസിൽ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല, എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റോറേജാണ്. താഴത്തും അതേപോലെ സ്റ്റോറേജ് ഉണ്ട്. ഈ സ്റ്റോറേജൊക്കെ നമ്മൾ എക്സ്പെൻസ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ താഴെയും മുകളിലും കൂടിയും നമ്മുടെ കബോർഡിൻ്റെ വർക്ക് കഴിയുകയാണെങ്കിൽ ഏകദേശം ഒരു 10 രൂപേൻ്റെ അടുത്ത്, പണിക്കൂലി അടക്കം ഒരു 10 രൂപയിൽ തീരും എന്നാണ് എൻ്റെ വിശ്വാസം. തീർന്നിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതും കൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഷീറ്റ്, ഫൈബർ ഷീറ്റ് കൊണ്ട് അവർ മറച്ച് തരും. നിങ്ങൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് താഴത്ത് നമ്മൾ അതേ ഷീറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഷീറ്റിൻ്റെ 2 എനിക്ക് 2250 ഒരു ഷീറ്റിന്, അതായത് 4x4 ഒരു ഷീറ്റിന് 2250 രൂപയാണ്. അങ്ങനെ 2 ഷീറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു GI പൈപ്പിൽ നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ അടുത്ത ടാസ്ക് വി ബോർഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. വി ബോർഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് കുറച്ച് വെയിറ്റ് വരും, അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കില്ല. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് കനം കുറഞ്ഞ ഷീറ്റ്, നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ഫൈബറിൻ്റെ ഷീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഞാൻ കാണിച്ചുതരാം. ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ കേട്ടോ, ഇതേമാതിരി ഇങ്ങനെ വരും. നല്ല ഭംഗിയായിരിക്കും എന്നാണ് വിശ്വാസം. പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായിരിക്കും അതിൻ്റെ ഒരു രൂപരേഖ എന്ന് കേട്ടോ. ഇതിപ്പോൾ നല്ല രസമല്ല കാണാൻ. ഇതിപ്പോൾ അതിൻ്റെ ഷീറ്റ് കീറിയെടുത്തില്ല കേട്ടോ. ഇതാണ്, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്. ഈ ഷീറ്റ് നമ്മൾ കീറിയെടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്നും കൂടി എടുത്ത് കാണിക്കും. അതിൽ ആ മരത്തിൻ്റെ ആ വൈറ്റ് തീം രസമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് കണ്ടിട്ട് നോക്കിയിട്ട് പറയാം. ഇത് നിങ്ങൾ വലിക്കുമ്പോൾ കണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സംഭവം, ഈ വൈറ്റ്, ഇത് നമ്മൾ സെക്കൻഡ് വാങ്ങിയതാണ്. അത് നമുക്ക് പുതിയൊരു വീട് തന്നെ ഒഴിവാക്കിയ സമയത്ത്, പലരും പുതിയ വീടുകളൊക്കെ റെനോവേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ സാധനങ്ങൾ കിട്ടും. അത് നമ്മളെ അടുത്തുള്ള പല കടകളിൽ അന്വേഷിച്ച് പറഞ്ഞു വെച്ചാൽ അവർ വിളിച്ചോളും നല്ല സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത്. അത് ഷെൽഫിൻ്റെ ഇതാണ്. ഇതൊന്നും വേറെ യൂസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഫ്രണ്ടത്തെ ഷീറ്റ് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസൊക്കെ നമുക്ക് ഇത്രയും ഏരിയ, ഞാനത് അന്വേഷിച്ചിട്ട് തന്നെയാണ്, ഫാബ്രിക്കേഷൻ്റെ ടീമിനോട് അന്വേഷിച്ചിട്ടാണ് ഇതിന് വില പറഞ്ഞിട്ടാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ഇത്രയും ഷെൽഫിൻ്റെ സാധനങ്ങളും ഒരു അലമാരയുടെ സാധനവും പിന്നെ ഒരു കുഞ്ഞ് അലമാരൻ്റെ സാധനം, ഇതെല്ലാം കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് 4000 രൂപയ്ക്കാണ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏകദേശം 30,000-40,000 രൂപേൻ്റെ അടുത്ത് എക്സ്പെൻസ് വരും ഇത്രയും ഏരിയ കഴിഞ്ഞ് പോകുമ്പോഴേക്കും. ഒരു അലമാര ഉണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും അറിയാം നല്ല എക്സ്പെൻസാണ്. പിന്നെ
പഴയത് ഉപയോഗിക്കുക, പഴയ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതും കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള കൺസെപ്റ്റ് ഞാനും എൻ്റെ വൈഫും ഇതിൽ അക്സെപ്റ്റഡ് ആണ്. കുറേ സാധനങ്ങൾ എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാം എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ ടൈലിൻ്റെ കാര്യത്തിൽ ഞാൻ പലതവണ നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്നു. ഈ ടൈലൊക്കെ നമുക്ക് ഇത്രയും ഏരിയ താഴത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4000 രൂപേൻ്റെ പണിക്കൂലി അടക്കം 4000 വന്നിട്ടുള്ളൂ. അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു ഏരിയ നല്ല രസമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യാം. ഇതിൽ പല സാധനങ്ങൾ ഇപ്പോൾ ആ ജനലുണ്ടല്ലേ, നിങ്ങൾ ആ കള്ളി ജനലുണ്ടല്ലേ, അത് നമ്മൾ പഴയതിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അതായത് ഇതേപോലെ തന്നെ കള്ളിയായിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. അത് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വൈബ് ഏരിയ ആക്കി അല്ലേ. നല്ല രസമാണ്. പുറത്തേക്ക് അതിൻ്റെ ബാക്കിൽ 2 സ്ലൈഡിങ് ഡോറുകളാണ് വരിക. അപ്പോൾ എപ്പോഴും എയർ സർക്കുലേഷൻ ഫുള്ള് ഉള്ളിലേക്ക് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഇപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് അത് അടച്ചിടാം, അല്ലാത്ത സമയത്ത് തുറന്നിടാം. ഈ ഭാഗത്ത് നമ്മൾ കളർ ഗ്ലാസും ഇതിൽ നമ്മൾ വൈറ്റ് ഗ്ലാസ്സാണ് കൊടുക്കുന്നത്. വൈറ്റ് ഗ്ലാസ് കാരണം പെട്ടെന്ന് നമ്മളെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാനാണ് വൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. മറ്റേ സൈഡ് കളറാണ് ഉദ്ദേശിച്ചത്. എല്ലാ റൂമിലും കളറാട്ടോ. കളറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണുക. ഇത് ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളൊന്ന് പറയുക. ഞാൻ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും സന്തോഷം. നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും പഴമ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ വീടുകൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി കാണാൻ പറയാം. നമ്മൾ ഒരു ഗിവ് അവേ ഏകദേശം അടുത്ത മാസത്തോടു കൂടി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്